പിടിച്ചു വിട്. പിന്നെ അയ്യോ എന്തരുന്നെ എന്തരി വയ്യ. എന്തൊരു സുഖടി. ഇനി വൈകുന്നേരം കുളിക്കാനായിരുന്നു. രാത്രി കുളിക്കാൻ. രാത്രി കുളിക്കോ? രാത്രി കുളിക്കൂല മഞ്ഞ, ഉച്ചക്കേ കുളിക്കുള്ളൂ. ഇവിടെ എല്ലാവർക്കും പനിയല്ലേ, അങ്ങനെ പനി കിട്ടിയ പിള്ളേർക്ക് പനി കുടിച്ചെങ്കിൽ നിനക്കുള്ള പനിയാ. ഓ, പിള്ളേർക്ക് കിട്ടുമ്പോ നമുക്കും കിട്ടൂല. നമ്മള് പിള്ളേരുടെ അടുത്തല്ലേ ഇരിക്കണത്. പിള്ളേർക്കാ കിടക്കണത്. ഓ, പിന്നല്ലാതെ ആരടുത്ത് കിടക്കാൻ? നീ വേറെ കിടക്കണ? ഇല്ല, പിള്ളേരെ കൂടെ. പിള്ളേരെ കൂടെ? ഓ, അതിന് നീ ദൂരെ കിടക്കണം. അപ്പൊ പിള്ളേരെ കൂടെ കിടക്കണ്ടേ? ആ ചെറുക്കൻ്റെ കൂടെ പെണ്ണിന്റെ കൂടെ കിടക്കണം നിനക്ക്. പിന്നെ നമ്മളെ മക്കളെ കൂടെ അല്ലേമ്മ നമ്മളെ കിടക്കേണ്ടത്. അപ്പൊ ദൂരെ കിടന്ന പോലെ. അപ്പോൾ എനിക്ക് പനിയാന്നോളം നിനക്കറിഞ്ഞൂടെ? അമ്മ, പിള്ളേർക്ക് ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പൊ പനി വന്നാലും വന്നില്ലെങ്കിലും നമ്മളെ മക്കളെ കൂടെ അല്ലേ നമ്മള് കിടക്കേണ്ടത്. ആദ്യം ഞാൻ നിനക്കും കൂട്ടുവരായത്. നിങ്ങളെ മോന്റെ കൂടെ കിടക്കൂലായിരുന്ന? ഞാൻ കിടക്കൂല. എന്റെ മോന്റെ കൂടെ ഞാൻ കിടക്കൂല. എന്റെ അടുത്ത് കിടക്കാൻ വരുമ്പോ ഞാൻ അടുത്ത് ദൂരെ എറിയൂ. അപ്പൊ പാവം കരയൂലേ? കരയൂലേ? ദൂരെ നടന്നാ മതി. ആമ്പിള്ളേരെന്ന് ഞാൻ വെച്ച് കിടക്കൂല. തന്നെ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ദൂരെ അറിയുമ്പോ അത് കരയൂലായിരുന്ന? അത് ഞാൻ അവിടെ കിടന്ന് അറിയും തന്നെ. എനിക്ക് എങ്ങനെ പറ്റണമ്മ നിങ്ങക്ക് ഇങ്ങനെ ഇത് പറയേ? ഞാൻ പിള്ളേരെയൊന്നും വെച്ച് കിടത്തൂല. ഇപ്പൊ പെങ്കൊച്ചായ വെച്ച് കിടത്തു വരുന്ന? പെങ്കൊച്ചായിരുന്നാലും എന്റെ കൂടെ കിടത്തൂല. പെട്ടെന്ന് കരുതി കൂടെ കിടക്കണു. എന്തിരുന്ന്? പെട്ടെന്ന് കരുതി കൂടെ കിടക്കണം. പെട്ടെന്ന് എഴുതി കൂടെ കിടക്കണോന്ന്? അവന്റെ പയ്യ വേണ്ടില്ല. അവനാണ് നമ്മ അന്വേഷിക്കണ. സമ്മതിക്കണോന്ന് ശോഭനയെ സമ്മതിക്കണം. ഞാൻ സമ്മതിക്കില്ല. നീ നിന്റെ മക്കളെ കൂടെ കിടക്കല്ല. നീ നിന്റെ മക്കളെ കൂടെ കിടക്കല്ല. കിടക്കല്ലെന്നാ? നീ ദൂരെ എവിടെയെങ്കിലും കിടന്ന് കിടക്കണം. മക്കളെ കൂടെ കിടക്കല്ലേ. എന്നെ കൊണ്ട് അങ്ങനെയൊന്നും പറ്റൂലമ്മ. എനിക്ക് പിള്ളേരെ കൂടെ കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കവും വരൂല. നിനക്ക് പിള്ളേരെ കൂടെ കിടക്കണമെങ്കിൽ പിന്നെ പിള്ളേരെ പിടിച്ചായിട്ട് കിടക്കണം. ഓ, എനിക്ക് എന്റെ പിള്ളേരെ കൂടെ കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കവും വരൂല. എനിക്ക് എപ്പോഴും എന്റെ പിള്ളേർ എന്റെ അടുത്ത് വേണം. നിങ്ങക്കേ ഗ്ലാസ് മാറ്റി ഒരു പിടിയുള്ള കപ്പാക്കട്ടാ. നിങ്ങളെ ഗ്ലാസ്സില്ലേ, ചായ കുടിക്കണ ഗ്ലാസ്, അത് മാറ്റിയിട്ട് ഒരു പിടിയുള്ള കപ്പാക്കട്ടാ. എനിക്ക് പരിഷ്കാരം പിടിച്ചെന്നാ? എല്ലാരും പറയണ നിങ്ങൾക്ക് ഒരു പിടിയുള്ള കപ്പ് തരാൻ. പിടിയുള്ള കപ്പ്? ആരൊക്കെ പറയണ നിങ്ങൾക്ക് ചായ തരണത് ഈ ഗ്ലാസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പിടിയുള്ള കപ്പില് തരാൻ. ആൾക്കാർ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറയണ കേക്കണ്ടേ? ആൾക്കാർ പറഞ്ഞ കേക്കണ്ട. കേട്ടുകൊണ്ട് അങ്ങനെ അങ്ങനെ ആൾക്കാർ പറയണ നിങ്ങൾക്ക് പിടിയുള്ള ഒരു കപ്പി തരാൻ. ആൾക്കാർ ഇല്ലാത്തോണ്ട് കരുത് മതി. അതൊന്നും കേൾക്കാൻ പോവല്ലേ. നിങ്ങള് വീട്ടിൽ കയറാത്തത്? ഞാൻ വീട്ടിൽ കയറി കിടന്നാലൊക്കെ വെള്ളം. അമ്മ, നിങ്ങൾ ഈ വീട്ടിൽ കയറാത്തതെന്ന്? ഈ വീട്ടിൽ ഞാൻ കയറൂല. മോന്റെ വീട്ടില് ഞാൻ കയറൂല. കാര്യം? എനിക്ക് ഈ പിച്ചു വരണോ ഞാൻ കയറൂല. പിച്ചു വരണോണ്ടാ? ഞാൻ കയറൂല. പൂയ നാളായോണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ. പക്ഷെ എല്ലാരും പറയണ നിങ്ങളെ നിർബന്ധിച്ച് അതിനകത്ത് കയറ്റാനാണ് പറയണ. നിർബന്ധിച്ച് കയറ്റാൻ പറയണു. ഞാൻ കയറൂല.
പോയ നാളാണ്. ഞാൻ കയറൂല. നിങ്ങളെ പിടിച്ചു വലിച്ച് ഞാൻ കേട്ടട്ടാ. ഞാൻ കയറൂല. പോയ നാളാണ്. ഞാൻ കയറൂല. ഇവിടെ വന്നില്ലേ? എനിക്കറിഞ്ഞു. വരാൻ നേരത്ത് 10 പള്ളി പൊളിച്ച് പറയാം. എന്തിന്? ആ അത് ഞാൻ പറയും. 10 പല വെള്ളം കൊണ്ട് വിട്ടു പറയും. എന്തിന്? ആ കൊലയപ്പ മുറിച്ച് ഈ കേറ്റിന്റെ ഇപ്പുറത്തോടെ ഇട്ട് ഒടിയില് അവൻ വന്ന് പറഞ്ഞപ്പോ അങ്ങ് അല്ലെങ്കിൽ ഇന്ന കിടക്കുമായിരുന്നു. ഇതെപ്പ നടന്ന സംഭവം? ഇതെപ്പ നടന്ന സംഭവം? അവര് മുറിച്ചിട്ട് ഇഞ്ഞ് അവനല്ലേ മുറിച്ചത്. നിനക്ക് സുഖയുടെ കുറവല്ലേ? ഇല്ല, കുറവില്ല. നീ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം. നിനക്ക് സുഖയുടെ കുറവല്ലേ? നിനക്ക് അന്ന് സുഖടി തന്നെ. അത് നമ്മളെ ശരീരത്തിന് ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുക്കണം അമ്മ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ശരീരം ക്ഷീണിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് റെസ്റ്റ് ഒക്കെ കൊടുക്കണം ശരീരത്തിന്. റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ തന്നെ വയ്യാതെയൊക്കെ ആവും. ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ കയറി ഇരിക്കണം നിങ്ങൾ കാണുന്നുണ്ടോ? എപ്പോഴും നിനക്ക് സുഖടി തന്നെ. നീ സുഖടെന്ന് പറഞ്ഞ് ജോലിയും ചെയ്യാതിരിക്കാനും സമയത്ത് ചോറ് മീനൊക്കെ വേണം. മീനൊക്കെ വയ്ക്കണം. ഈ ഞാൻ വരുന്നതുവരെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ വെള്ളം കുടിക്കാതെ കല്യാണം കടയൊന്നും അല്ല വാങ്ങിച്ചോണ്ടിരുന്നു. ശരി എന്നല്ലേ, കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുമായിരുന്നല്ലേ? അതൊക്കെ തിന്നോണ്ട് ഇവിടെ ഇരിക്കും. മോൻ ബോർഡിങ്ങിലായിരുന്നപ്പോ എന്ത് ചെയ്യുമായിരുന്നു? ബോർഡിങ്ങിലായിരുന്നപ്പം ബോർഡിങ് പോയി ഞാൻ ഇവിടെ വീട്ടിൽ. അപ്പൊ ആരാ ആഹാരം തരും? അപ്പൊ ആഹാരമില്ല. ഞാൻ ആഹാരമില്ലാതെ കിടക്കും. അരികൊണ്ട് തന്നെ അരിയൊക്കെ പിന്നെ വന്നതിന് ശേഷം എനിക്ക് ആഹാരം കൊടുത്തു. അത് തന്നെമ്മ. അതുവരെ എന്ത് ചെയ്യുമായിരുന്നു മോൻ? വരണം അതുവരെ അവനെ കത്തിട്ട് നോക്കിയിരിക്കും. വന്നതിന് ശേഷം എനിക്ക് ആഹാരം മതി. അമ്മ അതല്ല, ബോർഡിങ്ങിലായിരുന്നില്ലേ? ബോർഡിങ്ങിലായിരുന്നു അത്രയും വർഷം, ആ 10-16 വർഷം നിങ്ങൾ എങ്ങനെ ആഹാരം കഴിക്കുമായിരുന്നു? ഞാൻ ഒന്ന് കഴിക്കാതെ കിടക്കും. ഞാൻ ഒന്ന് കഴിക്കാതിരിക്കും. വന്നതിന് ശേഷം വല്ല വാങ്ങിച്ചോണ്ടില്ല. അങ്ങനെ കൂട്ടിന്ന് വെള്ളം കുടിക്കാതെ അവൻ വന്നതിന് ശേഷം തന്നെ ഞാൻ റോഡിൽ ഇറങ്ങി. പിന്നെ ആഹാരം തരൂലെന്ന് പറയും. മോൻ തരുന്നായിരുന്നു. മോൻ ഇവിടെ ഇല്ലെന്ന് പറയും. ഞാൻ മോനെ എന്തിന് പറഞ്ഞ അങ്ങ് പോയി. മോനെ അങ്ങനെ തന്നെ. മോനെ പഠിച്ചാലും ഞാൻ പഠിച്ചാലും എന്തൊക്കെ പറയണേ? എന്റെ കൈക്കാക്കയില്ല. എന്നെ കൂടെ പഠിക്കാനൊക്കെ സാധിക്കും. അവനെ പഠിച്ചെടുത്താൻ ഞാൻ പഠിച്ച അവൻ ചെയ്യില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. നിങ്ങൾ എടുത്തിട്ട് ഉപദ്രവിക്കണോണ്ടല്ലേ ആൾക്കാരെല്ലാം കൂടെ അവിടെ കൊണ്ടാക്കിയത്? അല്ലേ, നിങ്ങൾ കിടന്ന് ഉപദ്രവിക്കണോണ്ടല്ലേ ആൾക്കാരെല്ലാരും കൂടെ അവിടെ കൊണ്ടാക്കിയത്? നിങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു? ഈ കൈ കൊണ്ട്. പിന്നെ പേരക്കമ്പ് പൊട്ടി അടിക്കുന്നതാ? പേരക്കമ്പ് പൊട്ടിയിട്ട് അടിക്കോളാ എന്ന് പറഞ്ഞ് പേരക്കമ്പ് പൊട്ടിയിട്ടു. പേരക്കമ്പ് പൊട്ടി അടിക്കോ? എങ്ങനെ അടിക്കണത്? എങ്ങനെ? പേരക്കമ്പ് കൊണ്ട് മൂട് ചെത്തി കളഞ്ഞിട്ട് അടിക്കും. എങ്ങനെ? ആ പേരക്കമ്പിന്റെ മൂട് ചെത്തി കളഞ്ഞിട്ട് അടിക്കും. ഒരുപാട് അടിക്കോ? ഒരുപാട് അടിക്കില്ല, 2 അടിയായിരിക്കുള്ളൂ. അങ്ങനെ 2 അടി അടിച്ച ആൾക്കാർ കൊണ്ടൊന്ന് ബോർഡിങ്ങിലാക്കുമെന്നേ? അങ്ങനെ 2 അടി അടിച്ച ആൾക്കാർ കൊണ്ടൊന്ന് ബോർഡിങ്ങിലാക്കോ? എന്റെ കൈ കഴിക്കൊന്നും കൈ കഴിക്കണവരടിക്കോ? അപ്പോഴത്തേക്ക് അത് തളർന്നു പോവോ? തളർന്നു പോവും. തളർന്നു പോവോ?
എന്നിട്ട് അവൻ വിളിച്ച് ആളുകൾ വിളിച്ചോടി ഇറങ്ങി. വിളിച്ചോണ്ടോടോ? ഞാൻ പറഞ്ഞ് വിളിച്ചോണ്ട് ഓടിയാ എനിക്ക് പോയില്ല. ഞാൻ വിളിച്ചോണ്ട് ഇറന്നാന്ന് പറഞ്ഞു എന്നൊന്നും മുട്ടയിട്ട് അവര് എന്നൊന്നും മുട്ടയിട്ട് ആശുപത്രി പോയ അവിടെ കിടക്കാം സുഖമായിട്ട് കിടക്കാമോ? കാലത്തെ ചൈനവെള്ളം കൊണ്ടുവരും അത് കുടിച്ചും കൊണ്ട് അവിടെ കിടക്കാം. പിന്നെ അവര് തുറന്ന് കുളിക്കാനൊക്കെ തുറന്നു വിടും. അതിട്ട് പോറ്റ സോപ്പ വരും. ആ സോപ്പ് കൊണ്ട് നമുക്ക് തുണി അരിക്കാനൊന്നും വീട്ടില്ല. അതുകൊണ്ട് പതുക്കെ വെറുതായിരിക്കാം. വെറുതെ അരച്ചോണ്ട് കുളിച്ചോണ്ട് പിന്നെ ഒരു തുണി അരക്കണമെങ്കിൽ അവിടെ ചെന്ന് ഓഫീസിന്ന് ചോദിക്കണോ? തുണി നാറ്റി എടുത്ത് തരാം. തുണി എടുത്ത് തരാൻ പറയോ? നാറ്റി എടുത്ത് തരും. അപ്പൊ ആ നാറ്റി നമുക്ക് കൊള്ളാമോ നോക്കും. കൊള്ളാമോ നോക്കി ഇടും. ഇതൊക്കെ മാറ്റിയിടും അവര് എടുക്കും. ആശുപത്രി നിങ്ങൾക്ക് കൂട്ടുകാരി ഉണ്ടായിരുന്നോ? കൂട്ടുകാരി ഉണ്ടായിരുന്നു. പേരെന്തര്? അവളുള്ള പേര് അവളുണ്ടായിരുന്നു. ഇപ്പഴും അവളുണ്ട്. ഇപ്പോഴും അവിടെ ഉണ്ടോ? കൂട്ടുകാർ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുമായിരുന്നു? സഹായിക്കോ? എന്തിനാ സഹായിക്കണ? എന്റെ സഹായിക്കും. എന്റെ പറയുമ്പോ അല്ലേ ഇവിടെ തന്നെ ഇരിക്കണേ. ഞാൻ പറയും ചെറുക്കന്മാരിന് പഠിച്ചാ പിന്നെ ഇവിടെ അവർക്ക് മക്കളൊന്നുമില്ലേ? അവർക്ക് മക്കളൊന്നുമില്ല. മക്കളൊന്നുമില്ല. എവിടെ പോയി മീനാച്ചാ? മരുദൂര് പോയി. വീട്ടിൽ പോയാ? വീട്ടിൽ പോയത് മഴ വന്നോണ്ട്. ഓ മഴ പിടിഞ്ഞോണ്ട്. എനിക്ക് പയ്യല്ല, മഴ പനിയല്ലേ. എൻ്റെ ഇടയിൽ കൂടി മഴയും കൂടെ നനഞ്ഞ അടുത്ത് സൂക്കേടായ. ഇതൊരു എന്തൊരു മഴയത്തല്ല ഈ മഴയൊന്നും അയ്യോ ശരിയാക്കി പെയ്തോണ്ടിരിക്കണ മഴയല്ല. കുറച്ചേരം പെയ്യും, കുറച്ചേരം മാങ്ങത്തോരും. എന്തൊരു മഴ. ഞാൻ സൂചിവിള ആശുപത്രി വരെ പോണമ്മ. ഓ ഇതൊരു ഓ അമ്മ നേരം കിട്ടണ്ടേ ഇനി ആകുമ്പോഴത്തേ. അതുപോലെ രാവിലെ നല്ല തിരക്കായിരിക്കും. ഇപ്പഴാകുമ്പോ തിരക്ക് ഇത്തിരി കുറഞ്ഞു കാണും. ഓ ജലദോഷമുണ്ട്, പനിയുണ്ട്, എല്ലാം ഉണ്ട്. കേറി കിടന്ന ഇവിടെ ആരിരിക്കണം ജോലി ചെയ്യാനമ്മ? ആളുണ്ടോ? അതറിയല്ല. ഞാൻ കേറി കിടക്കൂല പോരെ. ഞാനേ കേറി കിടക്കൂല. മീന് പൊരിക്കാൻ പെരട്ടി വെക്കണം. ഓ ആശുപത്രി പോണം. ജോലിയൊക്കെ
തീർത്ത് വെച്ചിട്ട് പോവാന്ന് കരുതി. നാളത്തേക്കുള്ളതല്ലേ? ഓ നാളത്തേക്കുള്ള തന്നെ അമ്മ. പെരട്ടിയൊക്കെ വെച്ചാലേ. ഇല്ല, റെഡിയാക്കി പെരട്ടി പറക്കിയൊക്കെ വെച്ചാ എടുത്തങ്ങ് വെച്ചാ പിന്നെ നാളെ വൈകുന്നേരത്തേക്ക് ഇനി ജോലിയില്ല. വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോണം. ഓ അമ്പലത്തിൽ പോണം. ഓ അമ്മ. നീ മാത്രോ? ഓ ഞാൻ മാത്രം. ഞാനൊന്നും പറ്റില്ല. പിന്നെ എവിടെയുള്ള കോവിലുകളിൽ വരും? സുബ്രഹ്മണ്യം കോവിൽ എവിടാ? അല്ല, ഈ സുബ്രഹ്മണ്യം കോവിൽ എവിടാ? അതെന്ത് ഇവിടെ ഞാൻ പോവില്ല. അതെന്ത് അതെന്ത് പോവാത്ത? പോവാത്തെന്ത്? അവിടെ വഴക്കുണ്ടായോ? ആരുമായിട്ട്? എന്തിന് വഴക്കായ? എന്തിന് ഞാൻ പോവില്ല. വഴക്കായ എന്തിന്? അയാള് എന്നെ അടിച്ചാ? നിങ്ങൾ എന്തിനാ അടിച്ചു? എന്തിനാ ഇങ്ങനെ ചുമ്മാ ചുമ്മാ അടിക്കോ? എന്തിനാ അടിച്ചു? എന്തിനാ അതേ നമ്മ നിങ്ങൾ ഇപ്പൊ ഇരിക്കണ പോറ്റീരിയെ പോയി ജാതകത്തിന്റെ കാര്യം ചോദിച്ചാ? അടിപൊളി. അങ്ങനെ അയാള് ഞങ്ങളോട് ഓടിക്കില്ല. അതുവരെ ഞാൻ പോവില്ല. അതേ അങ്ങനെ എന്തിനാ വഴക്കായ? എന്നിട്ട് ഞാൻ പോവില്ല. അത് അപ്പോഴത്തെ പോറ്റിയല്ലേ അമ്മ. ഇപ്പോഴത്തെ പോറ്റിയൊന്നും കുഴപ്പമില്ല. ഇപ്പോഴൊക്കെ പോറ്റിമാരൊക്കെ മാറിയല്ല. നിങ്ങള് പോയതൊക്കെ ഏത് കാണ്ടിലുള്ളത്? ഏമ്മ നിങ്ങള് പോയതൊക്കെ ഏതാണ്ടിലുള്ള പോറ്റി? അതിനത് ഒരുപാട് വർഷമായില്ലേ അല്ലേ? ഇപ്പൊ കാലം മാറിയില്ലേ അമ്മ. ഇനിയിപ്പൊ പോവാത്തെന്ത്? പോവില്ല. അതിന് ഇനി പോണം. ഇനി പോവോ? പോവില്ല. ഇനിയൊന്നും പറയണില്ല. മാങ്ങ വേണോ? മാങ്ങ നീ ചെത്ത് ചായ എല്ലാരും കൊണ്ടേ അവിടെ നിന്ന് മാറ്റു. പൈസ ഇല്ല. ചെറുക്കാനും പറഞ്ഞില്ല. ഒന്നുമില്ല. എനിക്ക് വയ്യ ചായ ഇടാൻ. ഇപ്പൊ നിനക്ക് ചായ എന്ത് കുഴപ്പം? വയ്യമ്മ. എന്തായാലും വയ്യ. മാങ്ങ ചെത്തയില്ലേ? ഇതാ മാങ്ങ ചെത്തി തരാം. നിനക്കിപ്പോ ഭയങ്കര സുഖടി. മാങ്ങ ചെത്തി തരാം. മാങ്ങ നിനക്ക് ഇപ്പൊ നിനക്ക് ഭയങ്കര സുഖടി. മാങ്ങ താണ്ട ചെത്തണം. മാങ്ങ കൂടി തിന്നെ. ചായ പിന്നെ കുടിക്കാം. ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് ചായ ഇടാം. ഇപ്പൊ ഇട്ടാ അത് നോക്കൂല. ഇപ്പൊ ഇട്ടാ വയ്യമ്മ. നീ ആശുപത്രി ഇപ്പൊ 10 മണി ആയില്ലേ? 10 മണി. ഇതാ 12:30 ആവണം. ഞാൻ വന്നിട്ട് ഇപ്പൊ കുടിച്ചതല്ലേ ഉള്ളു ചായ. ഞാൻ വന്നിട്ട് ഇട്ട് തരാം. ഇനിയാണ് പോണം. വൈകുന്നേരം വരെ ഉണ്ടമ്മ. വൈകുന്നേരം വരെ ഉണ്ട്.
ഏ ചായ ഇട്. പെട്ടെന്ന് എനിക്ക് ചായക്കൊന്നും ആക്കൂലയാണ്. ഞാൻ ആശുപത്രി പോയാല് എനിക്ക് ചായയൊക്കെ പിന്നെയും ഇടാനുള്ള ആരോഗ്യമുള്ളൂ. അതൊന്നും പറഞ്ഞു നോക്കൂല. ഇപ്പൊ എടുക്ക്. അതൊന്നും പറഞ്ഞു നോക്കൂല. ഇപ്പൊ എടുക്ക്. ശരിടാ, അവിടെ പോയി ഇരിക്കും. അവിടെ പോയി ഇരിക്കും, ഞാൻ ഇട്ട് തരാം, പോയിരിക്കും.